ശരിക്കും മലയാളികളുടെ ഉള്ളിലായിരുന്നു വലിയ സംഘർഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കളിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്ത ആളുകൾ പോലും സഞ്ജു ഇത് രക്ഷപ്പെടുമോ രക്ഷപ്പെടുമോ കാരണം ഒരു അവസരം ഒരുപക്ഷെ ഇനിയുള്ള സെമിയിലും ഒക്കെ ഒരു നന്നായൊരു പെർഫോമൻസ് ഇല്ലെങ്കിൽ ഒരുപക്ഷെ കരിയർ അവസാനിക്കാം എന്നൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഇപ്പോൾ എന്തുകൊണ്ടാണ് സഞ്ജു വരുന്നത്, എന്തിനാണ് സഞ്ജു വരുന്നത്, ചിലപ്പോൾ അഭിഷേകിന് പനി പിടിച്ചാൽ വരാം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് കുറേ ബാറ്റ്സ്മാരുള്ളതുകൊണ്ട് ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനെ ഇടാൻ വേണ്ടി മാത്രമാണ് കൊണ്ടുവന്നത്. ശരിയാണല്ലോ. പക്ഷെ അപ്പോൾ ഈ വിധം കളിക്കുന്നു, എന്തെങ്കിലും രക്ഷപ്പെടണേ രക്ഷപ്പെടണേ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയായിരുന്നു ആളുകളുടെ മനസ്സിൽ, സംഘർഷമായിരുന്നു. ആ സംഘർഷം ഒരു പരിധിവരെ അവസാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സഞ്ജുവിൻ്റെ ദിവസമായിരുന്നു. സഞ്ജു 50 പന്തിൽ 97 റൺസും എടുത്തു എന്നുള്ളത് മാത്രമല്ല, സെഞ്ചുറി നഷ്ടപ്പെട്ടതിൽ നമുക്ക് എല്ലാവർക്കും നിരാശയുണ്ട്, പോട്ടെ. പക്ഷേ 2 ക്യാച്ച് എടുത്തു. സഞ്ജു ശരിക്കും ഇന്ന് സഞ്ജുവിൻ്റെ ദിവസമായിരുന്നു എന്ന് കളി കണ്ട ആരും പറയും. സച്ചിനാവട്ടെ, ഇപ്പോൾ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു, മമ്മൂട്ടി അഭിനന്ദിച്ചു, എല്ലാ ക്രിക്കറ്റ് താരങ്ങളും സഞ്ജുവിനെ അഭിനന്ദിക്കുന്നത് സഞ്ജുവിൻ്റെ സൺഡേ ആണ്. അതാണിപ്പോൾ സാംസൺ സൺഡേ എന്നുള്ളതാണ് പറയുന്നുള്ള. റെക്കോർഡുകൾ പൊട്ടിച്ചു. റെക്കോർഡുകൾ പറയുകയാണെങ്കിൽ 3-4 റെക്കോർഡുകൾ. ഏറ്റവും പ്രധാനം വിരാട് കോഹ്ലി, നമ്മൾ ജയേഷ് പറഞ്ഞതുപോലെ, നമ്മൾ ലൈവിലൊക്കെ ആവർത്തിച്ച് പറയുന്നത് പോലെ, ഒരു T20യിൽ പിന്തുടർന്ന് ജയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ കോഹ്ലിയുടെ പക്കലായിരുന്നു. 82 പാകിസ്ഥാൻ. അത് സഞ്ജു സാംസന്റെ പേരിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇത് 3 കോഹ്ലിയുടെ അതിന്റെ തൊട്ട് താഴെ. അപ്പൊ അതിന്റെ റേഞ്ച് എന്താ? അതെ, 78 റൺസ് നോട്ടൗട്ട് പാകിസ്ഥാനെതിരെ 2012, 82 നോട്ടൗട്ട് പാകിസ്ഥാനെതിരെ 2022, 82 നോട്ടൗട്ട് ഓസ്ട്രേലിയക്കെതിരെ 2016. അതായത് അത്രയും കോഹ്ലിയുടെയൊക്കെ ഒരു റേഞ്ച് മനസ്സിലാവുമല്ലോ. അവിടെയാണ് സഞ്ജുവിൻ്റെ ഒരു ഇന്നത്തെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.